നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിന് ഇനി 5 മാസം മാത്രമേ ഉള്ളൂ. സോ ടീമുകളൊക്കെ അവരുടെ ഒരുക്കങ്ങളുമായിട്ട് നല്ല രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാർച്ച് മാസത്തിലെ ഫ്രണ്ട്ലികൾ മിക്ക ടീമുകളും ഒഫീഷ്യലി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി വേൾഡ് കപ്പിന് തൊട്ട് മുമ്പുള്ള സന്നാഹ മത്സരങ്ങൾ ആരോടൊക്കെയാണ് എന്നാണ് അറിയേണ്ടത്. പക്ഷേ കുറേ ടീമുകളൊക്കെ അതൊക്കെ ഫൈനലൈസ് ചെയ്തു എന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. അർജൻറ്റീനയുടെ കാര്യത്തിലും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇനി വേൾഡ് കപ്പിന് സ്ഥാനമുറപ്പിച്ച താരങ്ങളൊക്കെ ആരൊക്കെയാണ്? 26 അംഗ സ്ക്വാഡായിരിക്കും ഇത്തവണ വേൾഡ് കപ്പിന് ഉണ്ടാവുക. അപ്പോൾ അതിൽ ആരൊക്കെ അർജൻറ്റീന ടീമിൽ ഇപ്പോൾ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്, ആരൊക്കെ ഇനിയും സാധ്യതയുള്ളവരുണ്ട്, ആരൊക്കെ ഇപ്പോൾ ടീമിൽ ഇനി ഇടം കിട്ടില്ല എന്ന് ഉറപ്പായവരുണ്ട്. ഇപ്പോഴേ അത് പറയുക അത്ര എളുപ്പമൊന്നുമല്ല. കാരണം മാർച്ച് മാസത്തിൽ ഇനി ഇൻ്റർനാഷണൽ ബ്രേക്ക് ഉണ്ട്. ഫൈനലിസിമ അവിടെ കളിക്കുന്നുണ്ട്, പിന്നെ ഖത്തറിനോട് കളിക്കുന്നുണ്ട്. അതോടൊക്കെയാണ് ഒരു ഫൈനൽ തീരുമാനത്തിലേക്കൊക്കെ സ്കലോനി പോവുക. പക്ഷേ ഇപ്പോഴേ 20 താരങ്ങൾ ടീമിൽ ഇടം ഉറപ്പാക്കി എന്നാണ് അർജന്റീൻ മാധ്യമം TVC സ്പോർട്സ് വിലയിരുത്തുന്നത്. ആരൊക്കെയാണെന്ന് നോക്കിയാണ്. ഗോൾ കീപ്പർ പൊസിഷനിൽ 3 താരങ്ങൾ എന്തായാലും ഗോൾ കീപ്പർമാരായിട്ടുണ്ടാകും. പക്ഷേ 2 താരങ്ങൾ ഇപ്പോൾ സ്ഥാനം ഉറപ്പിച്ചു എന്ന് പറയുന്നു. ഒന്ന് ദിബോ മാർട്ടിനസ് ആണ്, സംശയമൊന്നുമില്ല. ദിബോ മാർട്ടിനസ് എന്തായാലും ഉണ്ടാവും. ഒപ്പം ജെറോണിമോ റുള്ളി. ഈ 2 താരങ്ങൾ ഗോൾ കീപ്പർമാരായിട്ട് സ്ഥാനം ഉറപ്പിച്ചു എന്ന് TVC സ്പോർട്സ് പറഞ്ഞു. ഡിഫൻഡർമാരായിട്ട് നാഹുൽ മോളിന, ഗോൺസാലോ മൊണ്ടീൽ, ക്രിസ്ത്യൻ റൊമേറോ, നിക്കോളാസ് ഓട്ടാമെൻഡി, ലിസാൻഡ്രോ മാർട്ടിനസ്, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ, ഈ താരങ്ങൾ ഡിഫൻഡർമാരായിട്ട് സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഏതായാലും TVC സ്പോർട്സ് നിരീക്ഷിക്കുന്ന. ഇനിയും 1-2 സ്പോട്ടുകൾ ഡിഫൻസിൽ ബാക്കിയിട്ടുണ്ടെന്ന് അർത്ഥം. മിഡ്ഫീൽഡർമാരായിട്ട് സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ളത് റോദ്രിഗോ ഡി പോൾ, ലിയാൻഡ്രോ പെരേഡസ്, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കലിസ്റ്റർ, ജിയോവാനി ലോ ചെൽസോ, ഹുലിയാനോ സിമിയോണി, നിക്കോ പാസ്. അപ്പോൾ ഈ താരങ്ങൾ മധ്യനിരയിലേക്കും സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. മുന്നേറ്റത്തിലെ ലയണൽ മെസ്സി, ലൗതറോ മാർട്ടിനസ്, ഹുലിൻ ആൽവരസ്, നിക്കോളാസ് ഗോൺസാലസ്, തിയാഗോ അൽമെയ്ഡ. അപ്പോൾ 20 താരങ്ങൾ ഇവരാണിപ്പോൾ സ്ഥാനം ഉറപ്പിച്ചു എന്ന് TVC സ്പോർട്സ് കൺഫേം ചെയ്തു പറയുന്നത്. അതേസമയം ഇനിയും സാധ്യതയുള്ള താരങ്ങൾ 21 മുതൽ 26 വരെയുള്ള പോസ്റ്റിനെ ഇനി അവിടെ കെടുക്കുകയാണ്. അപ്പോൾ വാൾട്ടർ ബെനീറ്റസിന് സാധ്യതയുണ്ട് ഗോൾ കീപ്പർ എന്ന നിലയിൽ. അദ്ദേഹം സ്ക്വാഡിലേക്ക് പലപ്പോഴും വിളിക്കപ്പെടുന്നയാളാണ്. പിന്നെ യുവാൻ ഫോയ്ത്ത്, അത് നന്നായിട്ട് കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വേഴ്സറ്റാലിറ്റി പരിഗണിച്ച് വേൾഡ് കപ്പിന് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. പിന്നെ ലിയനാർഡോ ബലേഡി, ഫെക്കുണ്ടോ മെദിന, മാർക്കോസ് സെൻസി, മാർക്കോസ് അക്യൂഞ്ഞ, വാലന്റിൻ ബാർക്കോ, ഇസിക്കിയൽ പെലാസിയോസ്, ഫ്രാങ്കോ മസ്റ്റൻഡൂനോ, ഹോസെ മാനുവൽ ലോപ്പസ്, ഈ താരങ്ങളെ എന്തായാലും പരിഗണിക്കും. അവർക്ക് നല്ല സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഇനി അതേസമയം സ്ക്വാഡിൽ ഇപ്പോൾ അർജന്റീൻ ടീമിൻ്റെ റഡാറിൽ നിന്ന് ഏറെ അകന്നു പോയ കുറേ ടാലൻറ്റഡ് പ്ലേയേഴ്സ്. ഒന്ന് പൗലോ ഡിബാലയാണ്. ഡിബാലയ്ക്ക് ഇനി വേൾഡ് കപ്പ് സാധ്യത വളരെ വളരെ കുറവാണ്. അദ്ദേഹത്തിൻ്റെ പരിക്കും മറ്റുമൊക്കെ ആയിട്ട് കൺസിസ്റ്റൻസി വല്ലാതെ ഇല്ലാതെയായിപ്പോയി. അതുപോലെ തന്നെയാണ് അവസ്ഥ മാറ്റിയസ് സുലൈയുടേതും. പിന്നെ ജോക്കിൻ പനിഷലി, അലൻ വഡേല, ഫെക്കുണ്ടോ കംബസസ്, ഇങ്ങനെയുള്ള താരങ്ങൾക്ക് വളരെ ചെറിയ സാധ്യതയാണ് ഇനി വേൾഡ് കപ്പിൽ അവശേഷിക്കുന്നുള്ളൂ. അതേസമയം ഓൾമോസ്റ്റ് റൂൾഡ് ഔട്ട് ആയിട്ടുള്ള കുറേ കളിക്കാരുണ്ട്. ഇനിയിപ്പോൾ വേൾഡ് കപ്പിന് സാധ്യത ഏതാണ്ട് തീരെയില്ല എന്ന് പറയാവുന്നവർ വാലന്റിൻ ഗോമസ്, ഇക്കി ഫെർണാണ്ടസ്, ക്ലോഡിയോ എച്ചവേരി, വാലന്റിൻ കർബോണി. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും പൊട്ടൻഷ്യൽ ഉണ്ട്, പക്ഷേ ഇനിയും അദ്ദേഹം സ്വയം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടേണ്ടത്. പിന്നെ അലയാൻഡ്രോ ഗർനാച്ചോയുടെ ഒരു സ്പെഷ്യൽ കേസാണ്. അദ്ദേഹം ഇപ്പോൾ ടോപ്പ് ക്ലബിലാണ്, ചെൽസിയിലാണ് കളിക്കുന്നതെങ്കിലും എന്തെങ്കിലും പ്രത്യേകിച്ച് വേൾഡ് കപ്പ് സ്ക്വാഡിലേക്കൊക്കെ പരിഗണിക്കാൻ വേണ്ടി എന്തെങ്കിലും അച്ചീവ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ആംഗേൽ കൊറേയ മിക്സിലുണ്ട്, പക്ഷേ ഇനിയിപ്പോൾ വീണ്ടും സ്ക്വാഡിലേക്ക് വിളിക്കപ്പെടുമെന്നുള്ളത് കണ്ടറിയണം. സാധ്യത തീരെ കുറവാണ്. പിന്നെ ലൗട്രോ റിവേറോ, ഹുലിയോ സോളർ, അതുപോലെ തന്നെ യുവാൻ നാർഡോണി, എമിലിയാനോ ബ്യൂണ്ടിയ, അഗസ്റ്റിൻ റോസി, ആരോൺ ആൻസെലിവിനോ, ഇങ്ങനെയുള്ള താരങ്ങൾക്കൊക്കെ ഇനി സാധ്യത ഏതാണ്ട് അവസാനിച്ചു എന്ന് തന്നെ പറയാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.